വീഡിയോയിൽ 9ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ നത്തിങ് ട്വൈസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു സ്കൂൾഷിപ്പ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമന്റ്സായി രേഖപ്പെടുത്തുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the significance of the line nothing can ever happen twice? ഒരു കാര്യവും രണ്ടു തവണ സംഭവിക്കുന്നില്ല എന്ന ലൈനിന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണ്? This line points to the fact that there is no replay choice for events in life. ജീവിതത്തിൽ ഒരു കാര്യത്തിനും റീപ്ലേ ചോയ്സ്, രണ്ടാമത് ആവർത്തിക്കുക എന്നൊരു ചോയ്സ് ഇല്ല എന്നാണ് ഈ ലൈൻ നമ്മളോട് പറയുന്നത്. Everything occurs once without offering a rehearsal. ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഒരു തവണയാണ് സംഭവിക്കുന്നത്. അത് മാത്രമല്ല, അതിനൊരു റിഹേഴ്സലും ഉണ്ടായിരിക്കുകയില്ല. ഓൾസോ ഈവൻ ഇഫ് വി വാണ്ട് ടു ഹാവ് ആൻ എക്സ്പീരിയൻസ് അഗെയിൻ, ദാറ്റ്സ് നോട്ട് പോസിബിൾ. അത് മാത്രമല്ല, നമുക്കൊരു എക്സ്പീരിയൻസ് വീണ്ടും വേണമെന്ന് വിചാരിച്ചാലും അത് സാധ്യമല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ വേർഡ് കോസ് റെഫർ ടു ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ? സെക്കൻഡ് സ്റ്റാൻസയിൽ കോസ് എന്ന വാക്ക് എന്താണ് റെഫർ ചെയ്യുന്നത്? In the second stanza, cause refer to life itself. ജീവിതത്തെ തന്നെയാണ് കോഴ്സ് എന്ന വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൈഫ് അക്കോർഡിംഗ് ടു ദ പോയിറ്റ് ഈസ് എ കോഴ്സ് ഓഫേർഡ് ഓൺലി വൺസ്. പോയിറ്റിനെ സംബന്ധിച്ച് ഒരിക്കൽ മാത്രം ഓഫർ ചെയ്യപ്പെടുന്ന ഒരു കോഴ്സ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയിറ്റ് മീൻ ബൈ ദ വേർഡ്സ് ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്? ഈ കോഴ്സ് ഒരിക്കൽ മാത്രമേ ഓഫർ ചെയ്യപ്പെടുന്നുള്ളൂ, ഒരിക്കൽ മാത്രമേ ഇത് ചെയ്യാൻ അവസരമുള്ളൂ എന്ന് പറയുന്നതിലൂടെ എന്താണ് പോയിറ്റ് അർത്ഥമാക്കുന്നത്? By the words this course is only offered once, the poet underscores the truth that there is no such provision for second attempt when it comes to life. ഈ ഒരു ലൈനിലൂടെ പോയിറ്റ് ഉദ്ദേശിക്കുന്നത് ജീവിതത്തെ സംബന്ധിച്ച് നമുക്കൊരിക്കലും ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് ലഭിക്കുകയില്ല എന്ന വസ്തുതയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയം റിവീൽ ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഡേ? ഓരോ ദിവസത്തിന്റെയും യുണീക്നെസ്സിനെ എങ്ങനെയാണ് പോയം റിവീൽ ചെയ്യുന്നത്? പോയിറ്റ് സേസ് ദാറ്റ് ഈച്ച് ഡേ ഈസ് യുണീക്ക്. ഓരോ ദിവസവും യുണീക്ക് ആണെന്ന് പോയിറ്റ് പറയുന്നു. ഷീ സേസ് ദാറ്റ് നോ ഡേ കോപ്പീസ് ദി അതർ. ഒരു ദിവസവും മറ്റൊന്നിന്റെ കോപ്പി അല്ല എന്ന് പോയിറ്റ് പറയുന്നു. ഈവൻ ദോസ് ടു ബ്ലിസ്ഫുൾ ഡേയ്സ് ക്യാൻ ബി ദ സെയിം. എന്താണ്, വളരെ സന്തോഷകരമായ രണ്ട് ദിവസങ്ങൾ പോലും ഒരുപോലെ അല്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. Fifth question, when does the poet feel that a rose has been flung into the room? ഒരു റോസാ പുഷ്പം മുറിയിലേക്ക് വലിച്ചെറിയപ്പെട്ടതായി പോയിറ്റിന് എപ്പോഴാണ് തോന്നിയത്? Poet says that when someone accidentally mentions her name, she feels that a rose is being flung into the room. അവിചാരിതമായി ആരോ ഒരാൾ തന്റെ പേര് മെൻഷൻ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ പോയിറ്റിന് തോന്നുന്നത്. This refers to the joy on knowing that another person has recognized us. നമ്മളെ മറ്റൊരാൾ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു എന്ന് അറിയുമ്പോഴുള്ള ഒരു സന്തോഷമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വൈ ക്യാൻ ദ പോയിറ്റ് ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്? എന്തുകൊണ്ടാണ് പോയിറ്റിന് ക്ലോക്കിൽ നോക്കാൻ കഴിയാതെ ഇരിക്കുന്നത്? ഇൻ ലൈഫ് എവറിത്തിങ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ പാസേജ് ഓഫ് ടൈം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സമയത്തിന്റെ കടന്നുപോകലിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആസ് ടൈം പാസസ് ഈവൻ അവർ ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ചേഞ്ച്. സമയം കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ താല്പര്യങ്ങളും ആറ്റിറ്റ്യൂഡ്സ്, മനോഭാവങ്ങളും എല്ലാം മാറും. ഈവൻ ലവ് ഓർ ഹേറ്റ്രഡ് മേ ബി ഫെയ്ഡഡ് അവേ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം. ഇപ്പൊ സമയം പോകുന്നതിനനുസരിച്ച് സ്നേഹവും വെറുപ്പും ഒക്കെ എന്താണ്, ഫെയ്ഡ് ചെയ്യാൻ, മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എവ്രി വൺ നീഡ്സ് ടു ബി അവെയർ ഓഫ് ദിസ്. എല്ലാവരും ഇത് തിരിച്ചറിയേണ്ട ആവശ്യകതയും ഉണ്ട്. സെവൻത് ക്വസ്റ്റ്യൻ, why does the poet ask us not to treat the fleeting day with fear and sorrow? എന്തുകൊണ്ടാണ് ഫ്ലീറ്റിംഗ് ഡേ, അതായത് വളരെ കുറച്ച് സമയം മാത്രമുള്ള ഈ ദിവസത്തെ ഫിയറോടെയും സോറോയോടെയും, അതായത് ദുഃഖത്തോടെയും അല്ലെങ്കിൽ പേടിയോടെയും കാണേണ്ടതില്ല എന്ന് പോയിട്ട് പറയാൻ കാരണം? സിൻസ് ടൈം ഈസ് ഫ്ലീറ്റിംഗ് ഇൻ നേച്ചർ, അവർ വറീസ് ആൻഡ് ജോയ്സ് ഓൾസോ ഫ്ലീറ്റ്. സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത്, ഒരു ദിവസം എന്ന് പറയുന്നത്, ഇതൊക്കെ എങ്ങനെയാണ്, ഫ്ലീറ്റിംഗ് ഇൻ നേച്ചറാണ്. അതായത് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതോടൊപ്പം നമ്മുടെ വറീസും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ എന്താണ്, കുറച്ച് സമയത്തേക്കേ നിലനിൽക്കുകയുള്ളൂ. നൺ ഓഫ് അവർ വറീസ് നോർ ജോയ്സ് ക്യാൻ സ്റ്റേ ഫോർ എവർ. നമ്മുടെ ഒരു സന്തോഷവും അല്ലെങ്കിൽ ഒരു ദുഃഖവും എന്നേക്കുമായിട്ട് നിലനിൽക്കുന്നതല്ല. ദേ ഫെയ്ഡ് അവേ ഇൻ ദ പാസേജ് ഓഫ് ടൈം. അതും സമയം പോകുന്നതിനനുസരിച്ച് എന്താണ്, മാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. നോ മാറ്റർ ഹൗ ഹാഡ് വി ട്രൈ ടു ഹോൾഡ് ദം. നമ്മൾ എത്രയധികം അതിനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും അത് കടന്നുപോയിക്കൊണ്ടേയിരിക്കും. വാട്ട് ഇസ് ദ ലൈൻ ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ ടെൽ us about the nature of time?
ഇന്ന് നാളേക്ക് വഴിമാറുന്നു എന്ന ഈ ലൈൻ എന്താണ് നമ്മളോട് പറയുന്നത്? ദ ലൈൻ ടെൽസ് us about the fleeting nature of time. ഇതും മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. സമയത്തിന്റെ ആ ഒരു ഹ്രസ്വതയെയാണ് സൂചിപ്പിക്കുന്നത്. നോ ഡേ ക്യാൻ സ്റ്റേ ഫോർ എവർ. ഒരു ദിവസവും എന്നേക്കുമായിട്ട് നിലനിൽക്കുന്നില്ല. നോ മാറ്റർ ഹൗ മച്ച് വി വോണ്ട്, ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഹോൾഡ് ടൈം. നമ്മൾ എത്രയധികം ആഗ്രഹിച്ചാലും സമയത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 9. ഹൗ ഡസ് ദ പോയിറ്റ് എസ്റ്റാബ്ലിഷ് ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ? ഓരോ ഇൻഡിവിജ്വലിന്റെയും ഓരോ വ്യക്തിയുടെയും യുണീക്നെസ്സിനെ, അതായത് സവിശേഷതകളെ, അവരവരുടേതായ സവിശേഷതകളെ എങ്ങനെയാണ് പോയിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, പറഞ്ഞു വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പോയിറ്റ് കമ്പയർസ് ഇൻഡിവിജ്വൽസ് ടു ദ വാട്ടർ ഡ്രോപ്സ് ഇൻ ദ ഓഷ്യൻ. സമുദ്രത്തിലെ വാട്ടർ ഡ്രോപ്സിനോടാണ് പോയിറ്റ് ഇൻഡിവിജ്വൽസിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ദോ ഓൺ എ ഗ്ലിംസ് ഓഷ്യൻ സീംസ് യൂണിഫോം, ഈച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് വാട്ടർ ഡ്രോപ്സ് ആർ യുണീക്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു ഓഷ്യൻ, സമുദ്രം എന്ന് പറയുന്നത് എന്താണ്? അത് എല്ലാം ഒരുപോലെയാണ്, വെള്ളമെല്ലാം ഒന്നുപോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അത് രൂപപ്പെടാൻ കാരണമായിരിക്കുന്ന ഓരോ വാട്ടർ ഡ്രോപ്സും എന്താണ്? ആക്ച്വലി യുണീക്കാണ്, വ്യത്യസ്തമാണ്. സിമിലർലി ഇൻ ദ വാസ്റ്റ് ഓഷൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് ഇൻഡിവിജ്വൽസ് ആർ ഓൾസോ യുണീക്ക്. അപ്പൊ അതുപോലെ തന്നെ ഈ ലൈഫ് എന്ന് പറയുന്ന ഓഷനിൽ ഈ ഇൻഡിവിജ്വൽസ്, ആ ഇൻഡിവിജ്വൽസ് എല്ലാവരും എന്താണ്? വ്യത്യസ്തരാണ് എന്നാണ് പോയിറ്റ് പറയുന്നത്. ലെറ്റ്സ് അപ്രീഷിയേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹൗ ഇസ് ടൈം പോർട്രേറ്റ് ഇൻ ദ പോം? അപ്പോൾ എങ്ങനെയാണ് സമയം ഈ ഒരു പോയത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ടൈം ഈസ് പോർട്രേറ്റ് ആസ് എ സൈലന്റ് വില്ലൻ ഇൻ ദ പോം. അപ്പോൾ ഈ പോയത്തിൽ ഒരു നിശബ്ദനായ വില്ലനായിട്ടാണ് നമ്മുടെ സമയത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഡ്യൂറിങ് ഇറ്റ്സ് പാസേജ് ടൈം ഡ്രാഗ്സ് us along without any noise. അപ്പോൾ സമയം കടന്നു പോകുന്നതിനനുസരിച്ച് അത് നമ്മളെയും ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്, വലിയ ശബ്ദ കോലാഹലങ്ങളില്ലാതെ. നോബഡി ക്യാൻ റെസിസ്റ്റ് ദ പാസേജ് ഓഫ് ടൈം. ആർക്കും സമയത്തിന്റെ ഈ ഒരു കടന്നു പോകലിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഫീലിംഗ് ഡസ് ദ മെൻഷൻ ഓഫ് യുവർ നെയിം ഇവോക്ക്? അപ്പോൾ നിങ്ങളുടെ പേര് ഒരാൾ മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങളിൽ എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് എന്നാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. Mention of our name evokes in us a feeling of happiness for being recognized by someone. അപ്പോൾ മറ്റൊരാൾ നമ്മളെ തിരിച്ചറിയുന്നു, അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നതിൻ്റെ സന്തോഷമാണ് ഒരാൾ നമ്മളുടെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നത്. Though we want this to last forever, time may vanish those impressions. അപ്പോൾ മറ്റൊരാൾ നമ്മളെ ഇങ്ങനെ ഓർത്തിരിക്കുന്നു, നമ്മളെ വിലമതിക്കുന്നു എന്നുള്ള ഈ ഒരു കാര്യം എന്നേക്കും നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും ഈ ഇംപ്രഷൻസും സമയം പോകുന്നതിനനുസരിച്ച് മാഞ്ഞു പോവുക തന്നെ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഡസ് ദ ക്ലോക്ക് സിംബലൈസ്? കവിതയിൽ പറഞ്ഞിട്ടുള്ള ക്ലോക്ക് എന്താണ് സിംബലൈസ് ചെയ്യുന്നത്, എന്താണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയാം. ഇൻ ദിസ് പോം ദ ക്ലോക്ക് സിംബലൈസസ് ദ പാസേജ് ഓഫ് ടൈം. ഇവിടെ പറയുന്ന ഈ ക്ലോക്ക് സമയം കടന്നു പോകുന്നതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക് റെഫേഴ്സ് ടു അവയർനെസ് ഓഫ് ടൈം ആസ് വെൽ. അതുപോലെ തന്നെ ക്ലോക്കിലേക്ക് നോക്കുന്നതിനെ നമ്മൾ സമയം കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്നതിനാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൗ ഡസ് ദ പോം വ്യൂ ഹ്യൂമൻ റിലേഷൻഷിപ്സ്? മനുഷ്യ ബന്ധങ്ങളെ എങ്ങനെയാണ് ഈ പോയം കാണുന്നത്? ദ പോയം പ്രസൻസ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് സസെപ്റ്റബിൾ ടു ദ പാസേജ് ഓഫ് ടൈം. അപ്പോൾ സമയം കടന്നു പോകുന്നതിനെ ബന്ധപ്പെടുത്തിയാണ് ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ പോലും ഈ പോയത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സമയത്തോട് ബന്ധപ്പെടുത്തി മാത്രമാണ്, അല്ലെങ്കിൽ സമയം കടന്നു പോകുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്സിനെയും അഫക്റ്റ് ചെയ്യുന്നതായിട്ടാണ് പോയം പറഞ്ഞിട്ടുള്ളത്. ആസ് ടൈം പാസസ് ഈവൻ ദോസ് സീമിംഗ്ലി പെർഫെക്റ്റ് റിലേഷൻഷിപ്സ് ക്യാൻ ലൂസ് ഇറ്റ്സ് ഇൻറ്റിമസി. ഇപ്പം സമയം കടന്നു പോകുന്നതിനനുസരിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള പല റിലേഷൻഷിപ്സും ചിലപ്പോൾ അതിൻ്റെ ഇൻറ്റിമസിയൊക്കെ നഷ്ടപ്പെട്ടു പോകാം എന്ന രീതിയിലൊക്കെയാണ് ഈ പോയത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പോം ആൻഡ് ഹൗ ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ തീം? അപ്പോൾ എന്താണ് ഈ പോയത്തിൻ്റെ ഒരു ടോൺ, അതുപോലെ തന്നെ ഈ ഒരു പോയത്തിൻ്റെ തീമുമായിട്ട്, പ്രമേയവുമായിട്ട് എങ്ങനെയാണ് ഈ ടോൺ ബന്ധപ്പെട്ടിരിക്കുന്നത്? ദ പോം ഫോളോസ് എ ഗ്രേവ് ടോൺ. ഒരു ഗ്രേവ്, സീരിയസ് ടോൺ ആണ് പോയത്തിനുള്ളത്. അറ്റ് സർട്ടൻ പോയിന്റ്സ് ഇറ്റ് ഈവൻ സീംസ് മെലങ്കോളിക് ടു. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഒരു വിലാപത്തിന്റെ സ്വരവുമുണ്ട്. സമയം ഇങ്ങനെ പോകുന്നു എന്നുള്ള ആ ഒരു വിലാപത്തിന്റെ സ്വരവും ചില സ്ഥലങ്ങളിൽ നമുക്ക് തോന്നുന്നുണ്ട്. ബട്ട് ദ പോം എൻഡ്സ് ഇൻ ആൻ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ലവ്ലി ടോൺ. പക്ഷേ ആ കൺക്ലൂഡിംഗ് ലൈൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം കുറച്ചൊരു ശുഭാപ്തി വിശ്വാസത്തിന്റെ ഒരു ടോണിലേക്ക് ഈ ഒരു പോയം മാറുന്നുണ്ട്. Sixth one, the poem emphasizes the importance of enjoying every moment in life. അപ്പോൾ പോയം വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എല്ലാ മൊമെന്റും, ജീവിതത്തിലെ എല്ലാ മൊമെന്റും എൻജോയ് ചെയ്യണമെന്നാണ്. ഡു യു എഗ്രി? ഡിസ്കസ്. നിങ്ങളത് എഗ്രി ചെയ്യുന്നുണ്ടോ? ചർച്ച ചെയ്യാനാണ് പറഞ്ഞത്.
Definitely, the poem emphasizes the importance of living life to the fullest as we only have a single chance on earth. അപ്പോൾ ഈ പോയം പറയുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ലൈഫിലെ ഓരോ മൊമെന്റും പ്രഷ്യസ് ആണ്, അതെല്ലാം ചെറിഷ് ചെയ്യുക എന്നാണ് പറയുന്നത്. എന്താണ്, ജീവിതം പൂർണ്ണമായും ജീവിക്കാനാണ് പോയം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. കാരണം അത് ഷോർട്ടാണ് ലൈഫ് എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ. Now, activity 1. Let's recall and recreate. Poets use different kinds of images to enhance the meaning of poems. അപ്പോൾ പോയങ്ങളിൽ പോയറ്റുകൾ യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താണെന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ദീസ് ക്യാൻ ബി വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, ടാക്ടൈൽ, ഗസ്റ്റേറ്ററി, കിനസ്തെറ്റിക് എക്സെട്ര. ഇമേജസ് അല്ലെങ്കിൽ ഇമേജറി എന്ന് പറയുമ്പോൾ പോയറ്റ്സ് യൂസ് ചെയ്യുന്ന ചില ഡിസ്ക്രിപ്ഷൻസ് തന്നെയാണ്. പക്ഷേ ഈ ഡിസ്ക്രിപ്ഷൻസ് എങ്ങനെയാണ്, നമ്മുടെ സെൻസിനെയാണ് അപ്പീൽ ചെയ്യുന്നത്. നമ്മുടെ സെൻസിന് അപ്പീലിംഗ് ആയിട്ടുള്ള ചില പോയറ്റിക് ഡിസ്ക്രിപ്ഷൻസിനെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ നോക്കുക, വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞാൽ കാഴ്ച എന്ന സെൻസുമായിട്ട് ആ സെൻസിനോട് അപ്പീലിംഗ് ആയിട്ടുള്ള എന്താണ് ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും. ഇപ്പോൾ റോസ് എന്ന് നമ്മുടെ ഈ പോയറ്റിൽ പലതവണ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ റോസാ പുഷ്പം എന്ന ആ ഒരു വാക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു റോസ് ഫ്ലവറിന്റെ ഇമേജ് ആണ്. അങ്ങനെ നമ്മുടെ വിഷ്വൽ ആ ഒരു വിഷൻ എന്ന സെൻസിലേക്കാണ് അത് കണക്ട് ചെയ്തത്. അങ്ങനെ പല ഡിസ്ക്രിപ്ഷൻസ് നമ്മുടെ എന്താണ് ഓഡിറ്ററി അല്ലെങ്കിൽ എന്താണ് ഓൾഫാക്ടറി, അങ്ങനെ പല രീതിയിലുള്ള സെൻസുകളുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമേജസ് ഓഫ് ദ പോയം എന്നൊക്കെ പറയുന്നത്. ഇനി നോക്കൂ, ഓഡിറ്ററി. അപ്പോൾ ഓഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് ആണ്. സം ഐഡിൽ ടങ് മെൻഷൻസ് യുവർ നെയിം. അപ്പോൾ അവിചാരിതമായി ഒരാൾ നമ്മുടെ പേര് മെൻഷൻ ചെയ്യുന്നു എന്ന ഒരു ലൈൻ നമ്മുടെ പോയത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആരോ നമ്മുടെ പേര് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ശബ്ദം എന്ന രീതിയിൽ എന്തോ ഒന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഡിസ്ക്രിപ്ഷനിലൂടെ. അപ്പോൾ ഒരു ശബ്ദം നമ്മുടെ മനസ്സിൽ ഇമേജ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത്. ഇനി ഓൾഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഇവിടെ സെന്റ് എന്ന് പറഞ്ഞൊരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട് റോസിന്റെ സ്മെല്ലിനെ ഉദ്ദേശിച്ചിട്ട്. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജറിയാണ്. ഓക്കെ, ഇവിടെ ഫ്ലേറ്റിംഗ് ഡേ എന്ന് കൊടുത്തിരിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ടാക്ടൈൽ എന്ന് പറയുന്നത് ടച്ച് എന്ന് പറയുന്ന സെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ്. കിസ്സസ് ആണ് നമ്മുടെ ഈ ഒരു പോയത്തിൽ ഈ ഒരു ടാക്ടൈൽ ഇമേജറി ആയിട്ട് വരുന്നത്. ഓക്കെ, നൗ ലിസ്റ്റ് ദി ഇൻസ്റ്റൻസസ് ഓഫ് ഇമേജറി ആൻഡ് മെൻഷൻ ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ദ പോം. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പലതരത്തിലുള്ള ഇമേജറി നമ്മളിപ്പോൾ കണ്ടു, ഓൾഫാക്ടറി, ഓഡിറ്ററി, വിഷ്വൽ, അങ്ങനെ. അപ്പോൾ ഇതിൽ ഓരോന്നിനും വരുന്ന തരത്തിലുള്ള ഇമേജസ് നമ്മുടെ പോയത്തിൽ നിന്നും കണ്ടെടുത്തിട്ട് അതിന്റെ സിഗ്നിഫിക്കൻസ് കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇമേജ്, ഇൻസ്റ്റൻസ്, സിഗ്നിഫിക്കൻസ് ഈ രീതിയിൽ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കാണാം അവിടെ വിഷ്വൽ ഇമേജ്. അപ്പൊ വിഷ്വൽ ഇമേജ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഐ ക്യാൻറ്റ് ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. ആ ഒരു ലൈനാണ് ഇൻസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ക്ലോക്കിൽ എനിക്ക് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ആ ഒരു ലൈൻ. അപ്പോൾ ആ ഒരു ലൈൻ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താണ്, ഒരു ക്ലോക്കിന്റെ വിഷ്വൽ ആണ് വരുന്നത് അല്ലേ. അതുകൊണ്ടാണ് അതിനെ എന്ത് പറഞ്ഞത്, വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞത്. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ്, കവിത കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ക്ലോക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു പാസിംഗ് ഓഫ് ടൈമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് എഴുതുന്നു. ഓഡിറ്ററി ഇമേജ് ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ്, പെർഹാപ്സ് സം ഐഡിൽ ടങ് മെൻഷൻസ് യുവർ നെയിം. നമ്മുടെ പേര് ആരോ പറയുന്നു എന്ന് പറഞ്ഞല്ലോ, അതാണ് ഓഡിറ്ററി ഇമേജ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഇവിടുത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ പേര് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സഡൻ ഫീലിങ്സും ഇംപ്രഷൻസും ഒക്കെയാണ് അവിടെ വരുന്നത്. ഓൾഫാക്ടറി ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, സ്മെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇവിടെ സെന്റ് ഓഫ് എ റോസ് ഫ്ലവർ ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീലിംഗിലേക്ക് നമുക്ക് അറിയാതെ തന്നെ ഈ ഒരു റോസിന്റെ സ്മെൽ എന്ന സെൻസ് ആണ് വരുന്നത്. ഇനി കിനസ്തെറ്റിക് ഇമേജ് ആയിട്ട് ഇവിടെ വരുന്നത് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. as if a rose were flung into the room. റോസ് ഒരു മുറിയിലേക്ക് എറിഞ്ഞ ആ ഒരു ഇൻസ്റ്റൻസ് ആണ് വരുന്നത്. ദെൻ ടാക്ടൈൽ ഇമേജ് വരുന്നത് കിസ്സസ് ആണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ കിസ്സസിനെയാണ് ഇവിടെ ടാക്ടൈൽ. അപ്പൊ കിസ്സസ് എന്ന് പറയുമ്പോൾ ആ ഒരു സെൻസ് നമ്മുടെ ടാക്ടൈൽ സെൻസിലേക്കാണ് ഡിസ്ക്രിപ്ഷൻ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഇന്റിമസി ആൻഡ് ലവിനെയാണ് എന്താണ് സൂചിപ്പിക്കുന്നത്. ഇനി നോക്കൂ, നൗ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദി ഇമേജറി ഇൻ ദ പോം. അപ്പൊ ഇപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്ത ഈ ഇമേജറി മനസ്സിലാക്കിക്കൊണ്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
Nothing Twice by Wisława Szymborska is a poem notable for its vivid imagery. അപ്പോൾ വിസ്ലാവ ഷിംബോസ്കിയുടെ ഈ പോയം എന്ന് പറയുന്നത് വിവിഡ് ഇമേജറി, അതായത് ഡൈവേഴ്സ് വൈവിധ്യമാർന്ന ഇമേജറിക്ക് ശ്രദ്ധേയമായ ഒരു പോമാണ്. Imagery refers to poetic descriptions that are appealing to our senses. അപ്പം നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞതാണ് അല്ലേ, നമ്മുടെ സെൻസസിന് അപ്പീലിംഗ് ആയിട്ടുള്ള, നമ്മുടെ സെൻസിനെ എന്താണ് ആകർഷിക്കുന്ന തരത്തിലുള്ള പോയറ്റിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമേജറി എന്ന് പറയുന്നത്. ഇൻ ദിസ് പോയം പോയറ്റ് ഹാസ് റിസർവ്ഡ് ഇനഫ് സ്പേസ് ഫോർ വേരിയസ് ടൈപ്സ് ഓഫ് ഇമേജസ്. ഈ ഒരു പെർട്ടിക്കുലർ പോയത്തിൽ പോയറ്റ് വിവിധ തരത്തിലുള്ള ഇമേജറിക്ക് വേണ്ടി എന്താണ് കുറേയധികം സ്പേസ് കൊടുത്തിട്ടുണ്ട്, അതായത് കുറേയധികം ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്. ദി ഇമേജ് ഓഫ് ദ ക്ലോക്ക് ഈസ് എ പവർഫുൾ വിഷ്വൽ ഇമേജറി യൂസ്ഡ് ഇൻ ദ പോം. അപ്പോൾ ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു വിഷ്വൽ ഇമേജ് ആണ് എന്ത്, ഈ ക്ലോക്കിന്റെ ആ ഒരു ചിത്രം. ദിസ് സിംബലൈസസ് ദ പാസേജ് ഓഫ് ടൈം. നമ്മൾ മുന്നേ പറഞ്ഞതാണ് അല്ലേ, സമയത്തിന്റെ കടന്നു പോകലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദി ഐഡൽ ടങ് മെൻഷനിങ് നെയിം ഇസ് എൻ ഓഡിറ്ററി ഇമേജ്. മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഓഡിറ്ററി ഇമേജ് ആണ് നമ്മുടെ പേര് ഒരാൾ പറയുന്ന ആ ഒരു ഇൻസ്റ്റൻസ്. ദിസ് റിലേറ്റ്സ് ടു മെമ്മറീസ് ഓഫ് ഹിയറിംഗ് അനദർ പേഴ്സൺ മെൻഷനിങ് അവർ നെയിംസ്. മറ്റൊരാൾ നമ്മുടെ പേര് സംസാരിക്കുന്നത്, അത് കേൾക്കുന്ന ഓർമ്മകളും അതിനെ തുടർന്ന് നമുക്കുണ്ടാകുന്ന ഫീലിങ്സും ഒക്കെയാണ് ഇതിൽ എന്താണ് സിഗ്നിഫൈഡ് ആയിട്ടുള്ളത്. The scent of rose stands as a prominent olfactory image that refers to cherishable memories of love. അപ്പോൾ എന്താണ് റോസിന്റെ ആ ഒരു സെന്റിനെ എന്താണ് ലവുമായിട്ട് ബന്ധപ്പെടുത്തി എന്താണ് അതിന്റെ ചെറിഷബിൾ മൊമെന്റ്സ് എന്താണ് എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ലവ് മൊമെന്റ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്താണ് പോയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. The rose flung into the room is an example for a kinesthetic image. അപ്പോൾ കിനസ്തെറ്റിക് ഇമേജ് ആണ് മുറിയിലേക്ക് എറിഞ്ഞു വന്നിട്ടുള്ള ആ റോസാപുഷ്പം. ഇറ്റ് ക്ലിയർലി സിംബലൈസസ് ദ ഡൈനാമിക് നേച്ചർ ഓഫ് ലൈഫ്. ലൈഫിന്റെ ആ ഡൈനാമിക് ആയിട്ടുള്ള എന്താണ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നേച്ചറിനെയാണ് അത് സൂചിപ്പിച്ചത്. The images of kisses, the powerful tactile imagery in the poem symbolizes intimacy and love that are part of life. ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായ ലവും ഇന്റിമസിയും ഒക്കെയാണ് ആ ഒരു ടാക്ടൈൽ ഇമേജറി ആയിട്ടുള്ള കിസ്സസ് ഈ പോയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ മുൻപ് പറഞ്ഞ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെ അത് നോട്ടാക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. Now activity 2, കംപ്ലീറ്റ് ദ ഫോളോയിങ് വർക്ക്ഷീറ്റ്. നമ്മളോടൊരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമുക്ക് ഈ പോയത്തിനെ കുറിച്ചുള്ള എന്താണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ചിട്ട് ഒരു അപ്രിസിയേഷൻ എഴുതാനും പറ്റും എന്നുള്ളതാണ് ഒരു വലിയ വസ്തുത. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ടൈറ്റിൽ ഓഫ് ദ പോം ആണ് അവർ ആദ്യം ചോദിച്ചിട്ടുള്ളത്, നത്തിങ് ട്വൈസ്. ദെൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചോദിച്ചത് എബൌട്ട് ദി ഓതർ. നമുക്ക് പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്യാം. വിസ്ലാവ ഷിംബോർസ്ക, പോളിഷ് പോയറ്റ് ആൻഡ് എസ്സേയിസ്റ്റ്, winner of Nobel Prize for Literature 1996. Then theme of the poem ചോദിച്ചിട്ടുണ്ട്, life on earth, life happens only once, enjoy each moment of life. അപ്പോൾ ഈ ഭൂമിയിലുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ, അതൊരു തീമാണ്. പിന്നെ എന്താണ്, ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ഈ ലൈഫിലെ ഓരോ മൊമെന്റും എൻജോയ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിലെ തീംസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടേബിളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നോക്കൂ, സമ്മറി ഓഫ് ദ പോം ആണ് അവർ അടുത്തതായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതാം. പോയിന്റ് സേസ് ദാറ്റ് ഇൻ ലൈഫ് നത്തിങ് ക്യാൻ ഹാപ്പൻ ട്വൈസ്. പോയിന്റ് പറയുന്നു, ലൈഫിൽ ഒരു കാര്യവും രണ്ടാമത് സംഭവിക്കുന്നില്ല. വി അറൈവ് ആൻഡ് ഡിപ്പാർട്ട് ദ വേൾഡ് വിത്തൗട്ട് എനി പ്രിപ്പറേഷൻസ്. നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നതും ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതും ഒരു പ്രിപ്പറേഷനും മുന്നൊരുക്കവും ഇല്ലാതെയാണ്. ഓൾസോ ഓൾ ദി ഇവന്റ്സ് ഓഫ് ലൈഫ് ടേക്ക് പ്ലേസ് വിത്തൗട്ട് എനി റിഹേഴ്സൽ. അത് മാത്രമല്ല, നമ്മൾ ഈ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള എല്ലാ ഇവന്റ്സും എന്താണ്, റിഹേഴ്സൽ ഇല്ലാതെ തന്നെയാണ് നടക്കുന്നത്. ലൈഫ് വോണ്ട് ഓഫ് ഫോർ എനി വൺ എ സെക്കൻഡ് ചാൻസ്. ലൈഫ് ആർക്കും എന്ത് ചെയ്യുന്നില്ല, ഒരു സെക്കൻഡ് ചാൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈവൻ ഇഫ് വി ക്ലെയിം ആസ് എ ഡം പേഴ്സൺ വി വോണ്ട് ഗെറ്റ് അനദർ ചാൻസ് ടു റീലേൺ. അപ്പോൾ നമ്മളൊരു എന്താണ് സാധാരണഗതിയിൽ ഒരു കോഴ്സ് ആണെങ്കിൽ അത് നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്കൊരു ചാൻസ് കിട്ടും. പക്ഷേ എന്താണ്, നമ്മൾ ഏറ്റവും എന്താണ് ബുദ്ധിശൂന്യനാണ് എന്ന് പറഞ്ഞാൽ പോലും ലൈഫിൽ ഒന്നുകൂടി പഠിച്ചിട്ട് വീണ്ടും ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാനുള്ള ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ലൈഫ് ഈച്ച് ഡേ ഈസ് യുണീക്ക്. ലൈഫിൽ ഓരോ ദിവസവും യുണീക്കാണ്. നോ ഡേ കോപ്പീസ് അനദർ. ഒരു ഡേ ഒരിക്കലും മറ്റൊന്നിനെ കോപ്പി ചെയ്യുന്നില്ല. ഈവൻ ദോസ് ടു ബ്ലിസ്ഫുൾ ഡേയ്സ് ക്യാൻറ്റ് ബി ദി സെയിം. അപ്പോൾ രണ്ട് സന്തോഷകരമായ ദിവസങ്ങൾ പോലും ഒരിക്കലും എന്താണ് ഒരേ രീതിയിലുള്ളവയല്ല. ഈവൻ ഇഫ് സമ്മൺ മേ പ്രൈസ് യു വൺ ഡേ ദാറ്റ് വോണ്ട് ലാസ്റ്റ് ലോങ്. ഇന്ന് നിങ്ങളെ ഒരാൾ പ്രശംസിച്ചാലും അത് എന്നേക്കുമായിട്ട് നിലനിൽക്കുന്നതല്ല. ഒരുപക്ഷെ അയാൾ തന്നെ നാളെ നിങ്ങളെ എന്താണ് കുറ്റപ്പെടുത്താം, വിമർശിക്കാം.
The same person who regarded you as a rose may find you as a rock the next day. അപ്പോൾ നിങ്ങളെ ഇന്ന് എന്താണ് റോസാപുഷ്പമായി കണ്ട് സ്നേഹിച്ചവർ പോലും നാളെ നിങ്ങളെ എന്താണ് ഒരു റോക്കായി കണ്ട് എന്താണ് വെറുക്കാനിടയുണ്ട്. Poet wonders since life on earth is of fleeting nature, why should we worry about? അപ്പോൾ പോയറ്റ് ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വളരെ ഫ്ലീറ്റിംഗ് ആണ്, വളരെ ഷോർട്ടാണ്, ഹ്രസ്വമാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് ആകുലപ്പെടുന്നതും ഇതിനെ ഓർത്ത് ഇങ്ങനെ വിലപിച്ചിരിക്കുന്നതും എന്നാണ് ചോദിക്കുന്നത്. She wants people to live life the fullest in the time available. അതുകൊണ്ട് പോയിട്ട് പറയുന്നത് ഉള്ള സമയത്ത് ലൈഫ് ഏറ്റവും ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് പറയുന്നത്. Poet encourages us to live in harmony with those around, just like water drops in the ocean. അപ്പോൾ സമുദ്രത്തിലെ ഈ വാട്ടർ ഡ്രോപ്സിനെ പോലെ, വെള്ളത്തുള്ളികളെ പോലെ എന്താണ് ഹാർമോണിയസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനാണ് പോയിട്ട് ലാസ്റ്റ് ലൈൻസിലൂടെ എൻകറേജ് ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ ടേബിളിൽ തന്നെ ചോദിച്ചിട്ടുള്ളത് സ്ട്രക്ചർ ഓഫ് ദ പോം ആണ്. അപ്പോൾ 7 സ്റ്റാൻസാസ് ആണുള്ളത്, ഈച്ച് ഹാവിംഗ് 4 ലൈൻസ്. ഇനി പോയറ്റിക് ഡിവൈസസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നും അവരവിടെ ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു ടേബിളിൽ ചോദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻസസ് ഓഫ് അലിറ്ററേഷൻ ആണ് ആദ്യം പറഞ്ഞത്. അലിറ്ററേഷൻ എന്താണ്? അലിറ്ററേഷൻ ഈസ് ദ റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ഇൻ ദ ബിഗിനിങ് ഓഫ് അഡ്ജസന്റ് വേർഡ്സ് ഓഫ് എ ലൈൻ. അതായത് ഒരു പോയത്തിലെ ഒരു ലൈനിലെ എന്താണ് അഡ്ജസന്റ് വേർഡ്സിൽ, ലൈനിലെ അടുത്തടുത്ത വേർഡ്സിന്റെ ആദ്യത്തെ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? അലിറ്ററേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിളിൽ കാണാം. No two nights will teach what bliss is. അവിടെ നോക്കൂ, നോ നൈറ്റ്സ്, ന സൗണ്ട്സ് ആണ് അല്ലേ. അപ്പോൾ സെയിം ലൈൻ ആണ്. നോയും നൈറ്റ്സും എന്താണ് അഡ്ജസന്റ് വേർഡ്സ് ആണ്. അതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എന്താണ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ന സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് അലിറ്ററേഷൻ ആണ്. ഐ ഫീൽ ആസ് ഇഫ് എ റോസ് were flung. അവിടെ നോക്കൂ, ഫീൽ ഫ്ലങ്, ഫ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സെയിം ലൈനിലെ അഡ്ജസന്റ് വേർഡ്സിന്റെ എന്താണ് ആദ്യ ലെറ്റർ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? അലിറ്ററേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെയാണ് നമുക്ക് അവിടെ വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഇൻസ്റ്റൻസസ് ഓഫ് അസോണൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അസോണൻസ് എന്താണ്? റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ആണ് ഇൻ അഡ്ജസന്റ് വേർഡ്സ്. അപ്പോൾ അഡ്ജസന്റ് വേർഡ്സിലെ അടുത്തടുത്ത വേർഡ്സിലെ വവൽ സൗണ്ട്സിന്റെ റെപ്പറ്റീഷൻ ആണ് എന്ത് പറയുന്നത്? അസോണൻസ് എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. എന്താണ് വേർഡിന്റെ ഉള്ളിൽ ആ സൗണ്ട് വന്നാൽ മതി. സ്റ്റാർട്ടിങ്ങിൽ വന്നാലും നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാം വാട്ട് കുഡ് ദാറ്റ് ബി. അപ്പോൾ വാട്ട് അവിടെ എന്താണ് ആ സൗണ്ട് വരുന്നുണ്ട്. ദാറ്റ് അതിലും എന്താണ് ഒരു ആ സൗണ്ട് വരുന്നുണ്ട് അല്ലെ. ഇനി ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. ഓൺലി ഓഫേർഡ് ഓ സൗണ്ട്സ് വരുന്നുണ്ട്. വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ. അപ്പോൾ വി ട്രീറ്റ് ഫ്ലീ അല്ലെ. ഇ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് കോൺസണന്റ് സൗണ്ട് ഇ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതും എന്താണ് an എക്സാമ്പിൾ ഓഫ് അസോണൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അവര് ടേബിളിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യം റൈം സ്കീം ആണ്. റൈം സ്കീം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമായിരിക്കും അല്ലേ. ഒരു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയത്തെ സംബന്ധിച്ച് ഫസ്റ്റ് സ്റ്റാൻസ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റാൻസയും ഫോളോ ചെയ്യുന്നത് എ ബി എന്ന് പറയുന്ന റൈം സ്കീമാണ്. ഇനി റൈമിംഗ് വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പോയത്തിൽ ഒരുപാട് റൈമിംഗ് വേർഡ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റാൻസ ഒഴിച്ച് എല്ലാ സ്റ്റാൻസയിലും 2 പെയർ റൈമിംഗ് വേർഡ്സ് വീതം വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാൻസയിലില്ല, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റാൻസ് തൊട്ട് ഡംബ്, സമ്മർ, ഡൺസ്, വൺസ്, യെസ്റ്റർഡേ, വേ, ഇസ്, കിസ് അങ്ങനെ തുടങ്ങി എന്താണ് കുറേയധികം റൈമിംഗ് വേർഡ്സ് നമുക്കിവിടെ കിട്ടാനുണ്ട്. ഇനി നോക്കൂ ഇമേജസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇമേജസ് നമ്മൾ മുൻപ് കണ്ടത് തന്നെയാണ് അല്ലെ. ഇമേജസ് ആൻഡ് പോസിബിൾ സിംബലിസം ആണ് ഇവിടെ ഇവർ ചോദിച്ചിട്ടുള്ളത് ആ ഒരു ടേബിളിലേക്ക് ആഡ് ചെയ്യാൻ. അത് നമ്മൾ മുന്നേ തന്നെ എന്താണ് മനസ്സിലാക്കിയതാണ്. അപ്പൊ അത് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാം കൊടുക്കാൻ സാധിക്കും. ഇനി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സിമിലി, മെറ്റഫർ, ഐറണി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. സിമിലി എന്ന് പറയുമ്പോൾ ഉപമ, നമ്മളൊരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് ഈ സിമിലി മെറ്റഫറും ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോയത്തിൽ എന്തൊക്കെയാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് നോക്കാം. അപ്പൊ മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പോയത്തില്. അപ്പൊ മെറ്റഫർ നമുക്കറിയാം ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ഒരു വസ്തു മറ്റൊരു വസ്തു തന്നെയാണ് എന്ന് പറയുന്ന രീതിയിലുള്ളതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹി വാസ് എ ലയൺ ഇൻ ദ വാർ. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണത്. ഹി വാസ് എ ലയൺ ഇൻ ദ വാർ എന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ അവനൊരു സിംഹം തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. സിംഹത്തെ പോലെ എന്നല്ല. അങ്ങനെ
സിംഹം തന്നെ എന്ന രീതിയിൽ പറയുന്നതാണ് എന്ത് മെറ്റഫർ വരുന്നത്. ഇവിടെ എന്താണ് ദിസ് കോസ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തൊരു ലൈനാണ് ദിസ് കോസ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. ഇവിടെ ഈ കോസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ലൈഫാണ് അല്ലേ. അപ്പോൾ കോസിനെ ലൈഫ് തന്നെ ആക്കിയിട്ടാണ് ഇവിടെ എന്ത് കാണുന്നത് പോയിട്ട് കാണുന്നത്. അതെന്താണ് മെറ്റഫറാണ്. ഇനി സിമിലി ഏതാണെന്ന് നോക്കാം. സിമിലി എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഡയറക്റ്റ് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ യൂസിങ് വേർഡ്സ് ലൈക്ക് അസ്, ലൈക്കും അസും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുന്നതാണ് ഈ പറയുന്ന സിമിലി അല്ലെ. പോലെ എന്ന് പറയും അല്ലെ. ഹി വാസ് ലൈക്ക് എ ലയൺ ഇൻ ദ വോർ. അപ്പം എന്താണ് യുദ്ധത്തിൽ അവൻ ഒരു സിംഹത്തെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അതൊരു സിമിലിയാണ്. അപ്പൊ ഇവിടുത്തെ ആ സിമിലി ഏതാണ് ഓൾദോ വി ആർ ഡിഫറെന്റ് വി കൺകർ ജസ്റ്റ് 2 drops ഓഫ് വാട്ടർ. അപ്പം അവിടെ കണ്ടോ അസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വാട്ടർ ഡ്രോപ്സിനെ പോലെയാണ് ഇൻഡിവിജ്വൽസ് എന്ന രീതിയിലാണ് ആ കമ്പാരിസൺ അവിടെ വരുന്നത്. അപ്പോൾ പോലെ വന്നതുകൊണ്ട് അതെന്താണ് സിമിലിയാണ്. ഇനി സിനക്ഡക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് കൂടി ഇവിടെ നിങ്ങൾക്ക് കാണാം. ഐറണിയും ഉണ്ട് ഈ പോയത്തിൽ. ത്രൂ ഔട്ട് ഐറണി യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു 3 എണ്ണമൊക്കെ നമുക്ക് എഴുതിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എന്താണ് പോയറ്റിക് ഡിവൈസ് നോക്കാത്തത്. അപ്പൊ സിനക്ഡക്കി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സിനക്ഡക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പാർട്ട് ഓഫ് സംതിങ് ഈസ് യൂസ് ടു റെപ്രസെന്റ് ഹോൾ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഒരു മുഴുവൻ സംഗതിയെ ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ അതിനെ മുഴുവനായിട്ട് റെപ്രസെന്റ് ചെയ്യാതെ അതിന്റെ ഒരു ഭാഗം മാത്രം വെച്ച് അതിനെ പറയുന്നതിനെയാണ് സിനക്ഡക്കി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, അത് മനസ്സിലാകും. ഐഡിൽ ടങ് സ്റ്റാൻഡ്സ് ഫോർ എ ലേസി പേഴ്സൺ. അപ്പോൾ ഇതിനകത്തൊരു ഐഡിൽ ടങ് നമ്മുടെ പേര് പറയുന്നു എന്നാണ് പറയുന്നത്. മടിയനായ നാവ്. നാവ് മടിയനാവോ? ഇല്ല, വ്യക്തിയാണല്ലേ, ഒരു വ്യക്തിയാണ് മടിയനാവുക. അപ്പൊ മടിയനായ വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി മടിയനായ വ്യക്തിയുടെ നാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നാവ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗമാണ്, ആ വ്യക്തിയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു മുഴുവൻ സംഗതിയുടെ മൊത്തം പേര് പറയാതെ അതിൻ്റെ ഒരു ഭാഗം പറയുന്നു, അല്ലെങ്കിൽ ഭാഗത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മുഴുവൻ കാര്യം പറയുന്നു ഒക്കെയാണ് സിനക്ഡക്കി എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെസ്സേജ് ഓഫ് ദ പോയം ആണ് ആ ടേബിളിൽ ചോദിച്ചിട്ടുള്ളത്. ലൈഫ് ഈസ് എ സിംഗിൾ ചാൻസ്. ലൈഫ് എന്ന് പറയുന്ന ഒറ്റ ചാൻസ് മാത്രമേ ഉള്ളൂ. ദ ട്രാൻസിയന്റ് നേച്ചർ ഓഫ് ലൈഫ് ഓൺ എർത്ത് ആണ് കേട്ടോ, ഇന്നല്ല ഓൺ എർത്ത് ആണ്. അപ്പം ഭൂമിയിലുള്ള ഈ ഒരു ജീവിതത്തിന്റെ ട്രാൻസിയന്റ് നേച്ചർ, ക്ഷണികത എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സ്വഭാവം. യൂട്ടിലൈസ് ലൈഫ് ടു ദ മാക്സിമം. ലൈഫിനെ മാക്സിമം ആയിട്ട് ഉപയോഗിക്കുക, ഫുള്ളസ്റ്റ് ആയിട്ട് ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യുക. ഇതൊക്കെയാണ് അവിടെ ഒരു മെസ്സേജ് ആയിട്ട് ഈ പോയത്തിൽ നമ്മൾ കാണുന്നത്. യുവർ വ്യൂസ് ഓൺ ദ പോയം. ഇനി ലാസ്റ്റ് ആയിട്ട് ടേബിളിൽ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് പോയത്തെ കുറിച്ചുള്ള അഭിപ്രായം. അപ്പൊ ബ്യൂട്ടിഫുൾ പോയമാണ്. എൻകറേജ്മെന്റ് ടു ലീവ് ലൈഫ് ദ ഫുള്ളസ്റ്റ് അല്ലെ. ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കാനുള്ള ഒരു എൻകറേജ്മെന്റ് കൂടിയാണ് ഈ പോയത്തിലൂടെ നമുക്ക് പോയിട്ട് പ്രദാനം ചെയ്യുന്നത് അല്ലെ. ഇനി നോക്കൂ, നൗ റൈറ്റ് എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഓഫ് ദ പോം യൂസിങ് ദ ഡീറ്റെയിൽസ് ഇൻ ദ വർക്ക്ഷീറ്റ്. അപ്പൊ നമ്മളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞ വർക്ക്ഷീറ്റിലെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതെല്ലാം നമ്മൾ വർക്ക്ഷീറ്റിൽ ആ ടേബിളിൽ ഫില്ല് ചെയ്തു. ഇനി നമ്മളോട് പറയുന്നത് ഈ ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് ഈ പോയത്തിനൊരു അപ്രീസിയേഷൻ എഴുതാനായിട്ടാണ്. അപ്പൊ നമുക്ക് അപ്രീസിയേഷൻ ഒന്ന് എഴുതി നോക്കാം. അപ്രീസിയേഷൻ ഓഫ് ദ പോം നത്തിങ് ട്വൈസ്. Written by Polish poet and Nobel laureate Wisława Szymborska, Nothing Twice is a philosophical poem about life and its uniqueness. അപ്പോൾ ഒരു പോളിഷ് പോയറ്റും നൊബേൽ സമ്മാന ജേതാവുമായ വിസ്ലാവ ഷിംബോസ്ക എഴുതിയ നത്തിങ് ട്വൈസ് എന്ന പോം ഒരു ഫിലോസോഫിക്കൽ പോയമാണ്, ഒരു തത്വചിന്താപരമായ പോമാണ്. ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ഒരു യുണീക്നെസ്സിനെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു പോമാണെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇനി നമുക്ക് നോക്കാം, നമ്മൾ ആ ഒരു സമ്മറി പാർട്ടിലേക്ക് വരികയാണ്. Poet says that in life nothing can happen twice. ജീവിതത്തിൽ ഒന്നും 2 പ്രാവശ്യം സംഭവിക്കുന്നില്ല. We arrive and depart the world without any preparations. ഈ ലോകത്തേക്ക് നമ്മൾ വരുന്നതും പോകുന്നതും മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയാണ്. Also all the events of life take place without any rehearsal. അപ്പോൾ റിഹേഴ്സൽ ഇല്ലാതെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കടന്നു പോകുന്നത്. Life won't offer anyone a second chance. സെക്കൻഡ് ചാൻസ് ഇല്ല. ഈവൻ ഇഫ് വി ക്ലെയിം ആസ് എ ഡം പേഴ്സൺ വി വോണ്ട് ഗെറ്റ് അനദർ ചാൻസ് ടു റീലേൺ. അപ്പം നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്ന കോഴ്സ് ഒരു സെക്കൻഡ് ചാൻസ് പഠിക്കാനായിട്ട് തരുന്നില്ല. ഇൻ ലൈഫ് ഈച്ച് ഡേ ഈസ് യുണീക്ക്. ഓരോ ദിവസവും ഇവിടെ യുണീക്കാണ്. നോ ഡേ കോപ്പീസ് അനദർ. ഒന്നും മറ്റൊന്നിന്റെ കോപ്പിയല്ല. ഈവൻ ദോസ് 2 blissful days can be in the same way. 2 സന്തോഷകരമായ ദിവസങ്ങൾ പോലും ഒരുപോലെയല്ല. ഈവൻ ഇഫ് someone may praise you one day, that won't last long. ഒരാൾ നമ്മളെ ഇന്ന് പ്രശംസിച്ചാലും അത് എന്നേക്കും നിലനിൽക്കുന്നതല്ല. The same person who regarded you as a rose may find you as a rock the next day. ഇന്ന് നിങ്ങളെ ഒരു റോസാപുഷ്പമായി കരുതിയവർ പോലും നാളെ നിങ്ങളെ കല്ലായി കരുതുകയോ കല്ലെടുത്തെറിയുകയോ ഒക്കെ ചെയ്യാം അല്ലേ.
Poet wonders, since life on earth is of fleeting nature, why should we worry about it? അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഇത്ര ഹ്രസ്വമാണ്, ഫ്ലീറ്റിംഗ് നേച്ചർ ഉള്ളതാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഇതിലെ കാര്യങ്ങളെ ഓർത്തിങ്ങനെ ആകുലപ്പെടുന്നത് എന്നാണ് പോയിറ്റ് അത്ഭുതപ്പെടുന്നത്. ഷി വാണ്ട്സ് പീപ്പിൾ ടു ലീവ് ദിയർ ലൈഫ് ദ ഫുള്ളസ്റ്റ് ഇൻ ദ ടൈം അവൈലബിൾ ടൈമിൽ ലൈഫിനെ പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാനാണ്, എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. പോയിറ്റ് എൻകറേജസ് എസ് ടു ലിവ് ഇൻ ഹാർമണി വിത്ത് ദോസ് അറൗണ്ട്, ജസ്റ്റ് ലൈക്ക് വാട്ടർ ഡ്രോപ്സ് ഇൻ ദ ഓഷ്യൻ. സമുദ്രത്തിലെ വാട്ടർ ഡ്രോപ്സിനെ പോലെ ഹാർമോണിയസ് ആയിട്ട് പരസ്പരം ഒരു സാഹോദര്യത്തിലായിരിക്കാനാണ് നമ്മളോട് പോയിറ്റ് എൻകറേജ് ചെയ്യുന്നത്. ആഡിങ് ചാം ടു ദ പോം, സെവറൽ പോയറ്റിക് ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ദ പോം. അപ്പോൾ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് എന്താണ്? ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസിനെ കൂടി നമ്മൾ എഴുതണം. കാരണം ഇതെന്താണ്? അപ്രീസിയേഷൻ ആണ്. അപ്പോൾ നോക്കാം എന്താണ് പറഞ്ഞത്. പോയത്തിന്റെ ഭംഗിയെ കൂട്ടിക്കൊണ്ട് കുറേയധികം പോയറ്റിക് ഡിവൈസസ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദ ഫോളോയിങ് ലൈൻസ് ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഫോർ അലിറ്ററേഷൻ ഇൻ ദ പോയം. അലിറ്ററേഷന് എക്സാമ്പിൾസ് ആയിട്ട് പോയത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ലൈൻസ് ആണ് ഇത്. ഇനി നോക്കൂ, സെവറൽ എക്സാമ്പിൾസ് ഓഫ് എസനൻസ് ക്യാൻ ഓൾസോ ബി ഫൗണ്ട് ഇൻ ദ പോയം, സം ഓഫ് ദം ആർ എന്ന് പറഞ്ഞ ആ എക്സാമ്പിൾസ് കൊടുക്കുക. അപ്പോൾ അലിറ്ററേഷൻ, എസനൻസ് ഇതിന്റെ എല്ലാം എക്സാമ്പിൾസ് അടക്കം നമ്മൾ കൊടുക്കുക. നമുക്കൊരു 2-3 എക്സാമ്പിൾ എഴുതിയാൽ മതിയാവും കേട്ടോ. The poem follows a rhyme scheme ABAB except for the first stanza. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റാൻസയിലും ABAB റൈം സ്കീം ആണ് ഫോളോ ചെയ്യുന്നത്. The poet has used several pairs of rhyming words in the poem. അപ്പോൾ ഇത് കൂടാതെ പോയറ്റ് കുറേയധികം റൈമിംഗ് വേർഡ്സിന്റെ പേരും ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ റൈമിംഗ് വേർഡ്സും കുറച്ചെണ്ണം ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊക്കെ നമ്മൾ അപ്രീസിയേഷൻ എഴുതുന്നതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പരാമർശിക്കേണ്ടതുണ്ട്. In this poem, poet has reserved enough space for various types of images. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഇമേജറിയെ കുറിച്ചിട്ടാണ് അല്ലെ. പോയത്തിലെ ഉപയോഗിച്ചിട്ടുള്ള ഇമേജറിയെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഓൾറെഡി ഇമേജറിയെ കുറിച്ച് നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം അല്ലെ. അപ്പോൾ ഇമേജ് ഓഫ് ദ ക്ലോക്ക് ഇസ് എ പവർഫുൾ വിഷ്വൽ ഇമേജറി, ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഇമേജറിയെ കുറിച്ചിട്ടുള്ള പാസേജ് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ആഡ് ചെയ്യാം. ഇനിയോ, സെവറൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആർ ഓൾസോ എംപ്ലോയ്ഡ് ഇൻ ദ പോം. അപ്പോൾ സെവറൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് കുറേയധികം ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും പോയറ്റിക് ഡിവൈസസും ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പറയുന്നു, the line this course is only offered once as a good example for metaphors used in the poem. ഈ പോയത്തിൽ മെറ്റഫേഴ്സ് ഉപയോഗിച്ചതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് ആ കോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് നമ്മൾ കൊടുക്കുന്നു. A powerful example for simile is seen in the concluding lines. അപ്പോൾ ഈ പോയത്തിലെ കൺക്ലൂഡിംഗ് ലൈൻസിലാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സിമിലി ഈ പോയത്തിൽ യൂസ് ചെയ്തതെന്ന് പറഞ്ഞ് ആ ലൈൻസ് കൂടി കൊടുക്കുന്നു. The phrase idle tongue that stands for a lazy person is a prominent example for synecdoche in the poem. ഇനി പറഞ്ഞത് ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സിനക്ഡക്കിയുടെ ഒരു പ്രോമിനന്റ് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് ഈ ഐഡിൽ ടങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ എഴുതി ഡിസ്ക്രിപ്റ്റീവ് ആക്കി എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി നോക്കൂ, നമ്മളത് കൺക്ലൂഡ് ചെയ്ത് വരികയാണ്. നമ്മുടെ അപ്രിസിയേഷൻ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? അപ്പോൾ നമ്മൾ ആ മെസ്സേജ് അത് കഴിഞ്ഞ് നമ്മുടെ ഒരു വ്യൂ പോയിന്റ് കൂടി എഴുതിയിട്ട് അപ്രിസിയേഷൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. Through the poem, the poet has tried her best to convey several truths about life, the passage of time and the like. അപ്പോൾ ഈ പോയത്തിലൂടെ പോയറ്റ് തൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് കൺവേ ചെയ്യാനാണ്? ലൈഫിനെ കുറിച്ചുള്ള, ജീവിതത്തെക്കുറിച്ചുള്ള കുറേയധികം സത്യങ്ങൾ, അതുപോലെ തന്നെ സമയം കടന്നു പോകുന്നതിനെ കുറിച്ചും അതുപോലെയുള്ള കുറേയധികം കാര്യങ്ങൾ കൺവേ ചെയ്യാനാണ് പോയറ്റ് ശ്രമിച്ചിട്ടുള്ളത്. She encourages her readers to live life to the fullest as we only have a single chance here. അപ്പം നമുക്ക് ഈ ലോകത്ത് ഒറ്റ ചാൻസേ ഉള്ളൂ ലൈഫിൽ. അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ പോയറ്റ് റീഡേഴ്സിനെ എൻകറേജ് ചെയ്യുകയാണ്. എന്താണ്? ഉള്ള ജീവിതം എന്ത് ചെയ്യുക? മാക്സിമം അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുക, എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെയാണ് നമ്മളോട് എൻകറേജ് ചെയ്യുന്നത്. ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. നോക്കൂ, ഈവൻ ഇൻ ദി era of technology, this poem stands outstanding, not just for its profound thought but also for its elegant poetic style. അപ്പോൾ ഈ ടെക്നോളജി ഭരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ പോയം വളരെ പ്രൊമിനൻ്റ് ആണ്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, എല്ലാത്തിനെയും കടന്നു നിൽക്കുന്ന, അതിജീവിക്കുന്ന ഒരു പോയമാണ്. എന്തുകൊണ്ടാണ്? ഒന്ന്, അതിൻ്റെ പ്രൊഫൗണ്ട് തോട്ടാണ്. അതിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രമേയം എന്ന് പറയുന്നത് വളരെ പ്രൊഫൗണ്ട് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന അർത്ഥത്തിൽ. പിന്നെയോ അതിൻ്റെ എലഗൻറ്റ് പോയറ്റിക് സ്റ്റൈൽ, അതിൻ്റെ എഴുതിയിരിക്കുന്ന ആ കാവ്യ ശൈലി എന്ന് പറയുന്നതും വളരെ എലഗൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിഗ്നിഫൈഡ് ആണ്, മഹത്വപൂർണ്ണമായതാണ് എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പം ഈ രീതിയിൽ നമുക്കതിൻ്റെ അപ്രീസിയേഷൻ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന പോയത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അലിട്രേഷൻ, അസൊനൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇമേജറി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി
സെവൻത്തിലും എയ്ത്തിലും ഒക്കെ പരിചയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ കടന്നത്. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ, മോർ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തോളുക. അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, കോമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഹാപ്പി ലേണിംഗ്.